സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ സിനിമ കണ്ടിട്ടിറങ്ങിയതാണ്. രാവിലെ 7 മണിക്കായിരുന്നു സിനിമ കാണാൻ വരുന്നതിന് മുമ്പ് നമ്മുടെ സഹസാമിൻ്റെ റിവ്യൂസ് ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പുള്ളി ദുബൈയിൽ നിന്ന് സിനിമ കണ്ടു. കാരണം ഇന്നലെ അവിടെ സിനിമ റിലീസായി. പക്ഷെ ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. ഫസ്റ്റിനെക്കാട്ടിൽ മികച്ച് നിൽക്കും എന്നൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് സിനിമ വന്നോ ഇല്ലേ എന്നുള്ളതല്ല, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ ആയിരിക്കുമല്ലോ. അപ്പോൾ ഷഹസാമിൻ്റെ റിവ്യൂ കണ്ടപ്പോഴത്തേക്ക് ഷഹസാം അമേസിങ് ആയിട്ടുള്ള ഭയങ്കര സംഭവമായിട്ടാണ് പുള്ളിക്കാരൻ ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറി ബേസ്ഡ് ആണ് സിനിമ. കാരണം ആ പഴയ സംഭവമായിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഹുക്ക് ചെയ്ത് അവസാനം ഇത് വരുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു കഥ പറഞ്ഞു പോകുന്നത്. ആക്ഷൻ സീക്വൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പഴയതിൻ്റെ അത്രയും അങ്ങോട്ട് ഹുക്കായില്ല എന്ന് വേണം പറയാൻ. കാരണം അതിനകത്ത് ഫൈറ്റ് സീക്വൻസ് ഒക്കെ ആണെങ്കിൽ ഗംഭീരമായിരുന്നു. ഇതിനകത്ത് മോശമാണെന്നല്ല, ഉള്ളത് സംഭവം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോം ഹോളണ്ട്, പുള്ളിയുടെ സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്നും പറയാനില്ല. കാരണം പുള്ളിയുടെ ആ ഒരു നമ്മുടെ സെന്തായ പുള്ളിക്കാരിയായിട്ടുള്ള ആ ഇമോഷണൽ രംഗങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നന്നായിട്ട് നമുക്ക് വർക്കാവുന്നുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഡസ്റ്റിൻ ക്രെറ്റോൺ. പുള്ളി ഇതിനു മുമ്പ് വേറെ ഏതൊരു സിനിമ ചെയ്തിട്ടുണ്ട്, എനിക്കത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഡയറക്ഷൻ ബേസൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്യായ ലാഗ്. ഫസ്റ്റ് ഹാഫ് ലാഗ് എന്ന് പറഞ്ഞാൽ അന്യായ ലാഗ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഒന്ന് ആ ഇൻട്രോയിൽ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സീൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് പിന്നെ മുടിഞ്ഞ ലാഗ് തന്നെ. അവസാനം ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇനിയൊരു സ്പൈഡർമാൻ ഉണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക. അപ്പോൾ ആ ലെറ്റേഴ്സ് ഇങ്ങനെ ഏതാണ്ട് ഒരു 5-6 മിനിറ്റ് അതിങ്ങനെ പ്രേക്ഷകരെല്ലാവരും ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കുക. കാരണം അടുത്ത ഒരു സംഭവം എന്താണ് എന്ന് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ കാത്തിരിക്കാം. അങ്ങനെ വന്നു സ്പൈഡർമാൻ ഈസ് ബാക്ക് എന്ന് എഴുതി കാണിച്ചു. അതോടുകൂടി പടം തീർന്നു കേട്ടോ. ഇനി പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് മ്യൂസിക്കൊക്കെ കിട്ടുമായിട്ട് ചെയ്തിട്ടുണ്ട്, നൈസാണ്. പിന്നെ അവരുടെ ഞാൻ പറഞ്ഞില്ല ആ ഇമോഷണൽ രംഗങ്ങളിലൊക്കെ വരുമ്പോഴത്തേക്കുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റോറി നമ്മളിത് പറയാറ്, അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലാവും. കാരണം മെയിനായിട്ട് ഇതിൻ്റെ സ്റ്റോറിയാണ്. അപ്പം ആ പഴയ സംഭവം പിന്നെ സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് അത് അവസാനം വരുമ്പോഴത്തേക്ക് അത് ആ കണക്ട് ചെയ്യുന്നൊക്കെ സംഭവങ്ങളൊക്കെ നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ് എല്ലാവരും കിഡുമായിട്ട് തന്നെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജോൺ, അതുപോലെ തന്നെ മാർക്ക്, അങ്ങനെ എല്ലാവരും വരുന്നുണ്ട് ഇതിനകത്ത്. അപ്പം മാർവൽ സിനിമാസ് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും കേട്ടോ. കാരണം ആ ഒരു പാറ്റേണിലുള്ള സിനിമയാണ്. അല്ലെങ്കിൽ സ്പൈഡർമാൻ കാണുന്നവർ, ഇപ്പം കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സ്പൈഡർമാൻ ഗെയിം കളിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അത്തരം സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഗെയിം കളിക്കുന്ന അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് ഇത് കണക്റ്റ് ആകുന്ന സംഭവമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വലിയൊരു സംഭവമായിട്ടൊന്നും അല്ല, വലിയ വാഫാറ്റ് അങ്ങനെ ആയിട്ടൊന്നും തോന്നിയിട്ടില്ല. ഒരു നോർമൽ സിനിമ. പകരം സ്പൈഡർമാൻ ഫസ്റ്റ് കണ്ടതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സുഖം എനിക്ക് സെക്കൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അഭിപ്രായം. അപ്പോൾ ഷഹസാമിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര സംഭവമാണെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും. സോ പുള്ളിയുടെ ആ ഒരു കാഴ്ചപ്പാടിൽ അത് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇങ്ങനെയാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയപ്പോൾ. നിങ്ങൾക്ക് എങ്ങനെയാണോ സിനിമ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്തത് അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റായിട്ട് അറിയിക്കുക. മോശം സിനിമ ആണെന്നുള്ള ഒരു അഭിപ്രായമൊന്നുമില്ല. മീൻസ് ആ പ്രതീക്ഷിച്ച ആ ഒരു സുഖം, അല്ലെങ്കിൽ ആ ഒരു മാർവൽ സിനിമാസ് കാണുന്ന ആ ഒരു ഇത് എനിക്ക് ഇതിനകത്ത് കിട്ടിയില്ല എന്നുള്ള ഒരു അഭിപ്രായമുള്ളൂ. പക്ഷേ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം സിനിമ. ഇനിയിപ്പോൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.